പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നിങ്ങളോടൊരു ഇത് പറയാണ്. ഞാൻ ഫാദർ ഹോസ്പിറ്റലിലാണ്. ചിലപ്പോൾ നേഴ്സുമാർ കയറി വരും, അല്ലെങ്കിൽ എനിക്കൊരു കോൾ വരും. ഞാൻ ഫോൺ അധികം കൊണ്ടുവന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതേ ഫോണിൽ തന്നെ വിളിക്കുന്ന ഫോൺ ആയതുകൊണ്ട് ആയിരിക്കും കയറുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിലായിരിക്കുമ്പം വേറെ ഫോണിലായിരുന്നു കയറുന്നത്. എന്തായാലും ദൈവം ഈ സമയത്ത് നമ്മളെ സഹായിക്കുമെന്ന് പ്രത്യേകമായിട്ട് വിശ്വസിക്കാം. നമുക്ക് ഒരു നിമിഷം കൂടി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനം നമ്മളൊന്ന് വായിച്ചിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോ സഹനത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് വരുന്ന സഹനങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ വചനം നമുക്കൊന്ന് ഒരു നിമിഷം വായിച്ച് ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് എല്ലാ ക്ലേശങ്ങളിലും ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, സഹനത്തെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഞങ്ങൾക്ക് തരുന്ന സാന്ത്വനത്താല് ഒരേ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം അവരും അനുഭവിക്കേണ്ടതിനുമാണ് അവിടുന്ന് എല്ലാ ക്ലേശങ്ങളിലും ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ദൈവം സഹനം തരുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ക്ലേശങ്ങൾ തരുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് സമാശ്വാസം നൽകും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, സഹനം നമ്മൾക്ക് എല്ലാവർക്കും സഹനം ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയും. പല വിശുദ്ധരും സഹനങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിരുന്നു. കൊച്ചു ത്രേസ്യ പുണ്യവതിയൊക്കെ ഇന്ന് തന്നെ ഈശോ സ്നേഹിക്കുന്നില്ലേ സഹനം കുറയുമ്പോൾ ചോദിക്കുമായിരുന്നു. വിശുദ്ധ അൽഫോൻസ പുണ്യവതിയൊക്കെ അങ്ങനെ ചോദിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ പറയും സഹനം ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സഹനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പറയും, അതായത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ തലവേദന ശക്തമായിട്ട് എടുക്കുവാൻ പറയും, തലവേദന മാത്രം സഹിക്കാൻ പറ്റില്ല, ബാക്കി എന്ത് വേണേലും സഹിക്കാമായിരുന്നു പറയും. അതുപോലെ പല്ലുവേദനയാണ് പറയും, ഇത് മാത്രം എനിക്ക് സഹിക്കാം. പക്ഷെ ദൈവം തരുന്ന ഓരോ സഹനത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. പക്ഷെ ദൈവം നമുക്ക് എന്തിനാണ് ഈ സഹനങ്ങൾ അനുവദിച്ചു തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സഹനങ്ങളെ നമ്മളെ വിശുദ്ധീകരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് സഹനങ്ങളിലൂടെ. അതോടൊപ്പം നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ ലോകം മുഴുവനും ഈശോയുടെ കുരിശിൽ ഈശോ അനുഭവിച്ച അതേ സഹനങ്ങൾ നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും അത് രക്ഷയ്ക്ക് കാരണമായി തീരുവാനായിട്ട് ഈശോയുടെ കുരിശിനോട് ചേർത്ത്, ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് നമ്മൾ സഹിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇവിടെ വചനം പറഞ്ഞു കേൾക്കുകയാണ്, ക്രിസ്തുവിന്റെ സഹനത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേർന്നതുപോലെ ക്രിസ്തുവിലുള്ള സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേർന്നു. അതായത് ക്രിസ്തുവിന്റെ സഹനത്തില് അപ്പസ്തോലന് ഒത്തിരി പങ്കുചേർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒക്കെയും ഒത്തിരി സഹനങ്ങളിൽ പങ്കുചേരുന്നവരാണ്. നമ്മളൊക്കെ ഒത്തിരി സഹനങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സഹനങ്ങളെ നമ്മൾ എത്രത്തോളം ഫലദായകമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ദൈവ കൃപ നമ്മളിൽ നിറയുന്നതിന്റെ ഒരു അടയാളം. ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ഈശോ പറഞ്ഞു, നിങ്ങള് അനുദിനം നിങ്ങളുടെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. കാരണം സഹനം മാറ്റിത്തരാമെന്ന് ഒരിക്കലും ഈശോ പറഞ്ഞില്ല. കാരണം ഈശോ ലോകത്തിലേക്ക് വന്നത് തന്നെ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ സഹനത്തിന്റെ ഒരു വഴി, കുരിശിന്റെ ഒരു വഴി നമുക്കായിട്ട് വെട്ടിത്തെളിച്ച് തരികയാണ് ഈശോ ചെയ്തത്. അപ്പം നമുക്കറിയാം, ആദ്യകാല
അപ്പസ്തോലന്മാര്, രക്തസാക്ഷികളൊക്കെ സഹിച്ച സഹനങ്ങളുടെ തീവ്രത നോക്കുമ്പോൾ നമ്മളിന്ന് പലപ്പോഴും അത്രയൊന്നും സഹിക്കുന്നില്ല. അതിന്റെ ഒരു 10 പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെങ്കിലും നമ്മൾ അനുദിന ജീവിതത്തിലെ നിസ്സാരമായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ സഹനങ്ങളെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇതേ സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ പോയവരെ ആശ്വസിപ്പിക്കുവാനും നമ്മൾ ശക്തി തരും എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വരികയാണ്. അപ്പം ക്രിസ്തുവിന്റെ സഹനത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേർന്നതുപോലെ ക്രിസ്തുവിനുള്ള സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായിട്ട് പങ്കുചേരുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണ്ടാകുന്ന ഓരോ സഹനത്തെയും ഇതുപോലെ നമുക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് ആത്മരക്ഷയ്ക്കായിട്ട് നമുക്ക് ഉപകരിക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 28-ാം വചനത്തിൽ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ നമ്മൾ സഹനം മാറ്റാമെന്ന് ഈശോ പറഞ്ഞില്ല. ഈശോയിൽ നിന്ന് പഠിക്കുകയും ഈശോയുടെ മുഖം വഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം തരാമെന്ന് മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് മാറ്റിവെച്ചുകൊണ്ട്, സഹനം മാറ്റിവെച്ചുകൊണ്ട് ഒരു ക്രൈസ്തവത ഇല്ല, ഒരു ക്രിസ്തീയ ജീവിതമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് ശക്തി തരുന്നത് കുരിശിൽ നിന്നാണ്. ഈശോ പറഞ്ഞു, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തില് 30-ാം വചനത്തിൽ പറയും, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ സഹിച്ച കുരിശിന് 150-ലേറെ കിലോ ഭാരമുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധര് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതും അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈശോ തന്നെ പറയുകയാണ്, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പവും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മൾ സഹിക്കുമ്പോഴാണ് സാധിക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തില് 38-ാമത്തെ തിരുവചനത്തില് ഈശോ പറഞ്ഞു വെക്കുകയാണ്, സ്വന്തം കുരിശെടുത്ത് അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവിന്റെ ഒരു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ ഒരു ദാസനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഈ കുരിശിന്റെ വഴിയെ നടന്നേ പറ്റൂ എന്നുള്ളതാണ് ഈശോ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം വീണ്ടും 16-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനത്തില് ഈശോ അസംയുക്തമായിട്ട് പറയുകയാണ്, ശിഷ്യന്മാരോട് ഈശോ അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നമുക്ക് കാൽവരി കുരിശിലേക്ക് നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 കുരിശും കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ കുരിശിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള 2 കുരിശുകളിലേക്കും കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവിടെ ഇടതുവശത്ത് കിടക്കുന്ന കള്ളന്റെ കുരിശ്, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ കുരിശിൽ കിടന്ന കുറ്റവാളികൾ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവന്റെ സഹനത്തില് അവൻ കർത്താവിനെ പരിഹസിക്കുകയും ദൈവത്തെ ശപിക്കുകയും അവന് ആ സഹനത്തെ നിരാകരിക്കുകയും ചെയ്തു. അവന്റെ അവസാന നിമിഷം പോലും അവന് കിട്ടാമായിരുന്ന ഒരു മാനസാന്തര അനുഭവത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവന് ആ കുരിശ് നാശകാരണമായി തന്നെ തീർന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോഴത്തെ വലതുവശത്ത് കിടന്ന കള്ളന് ഇപ്പോൾ തന്നെ അന്നേരം തന്നെ പറയുന്നത് 40-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെ ആണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തില്ല. അവൻ തുടർന്നു, യേശുവേ, നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ ഇത് കാണുക. ആ നല്ല കള്ളൻ എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കാം. അവന്റെ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അവന്റെ കുരിശിന്റെ ഇരുവശത്ത് കിടന്നവരും അവനെ അധിക്ഷേപിച്ച് പറഞ്ഞു. അവന് ആദ്യം തന്നെ ഈ മറ്റേ കള്ളനോടൊപ്പം ഈശോയെ അധിക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്നതാണ് നല്ല കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ വലതുവശത്ത് കിടന്ന കള്ളൻ. എന്നാൽ പിന്നീട് ഈശോയുടെ കുരിശിലേക്ക് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ടാണ് ഈശോയോട് സംസാരിക്കുക. ഈശോ തന്റെ കുരിശ് തന്റെ പ്രവൃത്തികളുടെ, തന്റെ ചെയ്ത പാപപ്രവൃത്തികളുടെ ഫലമാണെന്ന് അവന് അംഗീകരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കുരിശ്, നീതിമാന്റെ കുരിശ്, അത് വളരെ ശക്തമായതാണ്.
അത് വളരെ ഫലദായകമാണ് എന്ന് കണ്ടപ്പോൾ അവൻ ഈശോയുടെ കുരിശിലേക്ക് നോക്കിയപ്പോൾ തന്റെ കുരിശ് തന്റെ രക്ഷയ്ക്കെങ്കിലും കാരണമായി തീരത്തക്ക രീതിയിൽ